ഇന്ന് എൻ്റെ ഒരു രാവിലെ തൊട്ടുള്ള ഒരു വിശേഷമാണ് ഇന്ന് കാണുന്നത്. അപ്പോൾ രാവിലെ തന്നെ നാട്ടിൽ വന്നിട്ടുള്ള ഒരു ശീലമാണ് ഈ കട്ടൻ കാപ്പി കുടിക്കുക എന്നുള്ളത്. അപ്പം മമ്മി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ടൻ കാപ്പിയൊക്കെ മമ്മിക്കും എനിക്കുമായിട്ട് റെഡിയാക്കി എടുത്തു. ഇന്നാണെങ്കിൽ മൈദാദോശയും ചമ്മന്തിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്. ഈ മൈദാദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കുറച്ച് പേര് എന്നോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കും എന്ന് ഒരു ഐഡിയ ഇല്ലാതിരിക്കുന്ന ദിവസം ഉണ്ടാക്കുന്ന ഒന്നാണ് മൈദാദോശ. കാരണം വളരെ സിമ്പിളാണ്. മൈദയിലേക്ക് കുറച്ച് ഉപ്പിടുക, അതിലേക്കാണെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ദോശമാവിൻ്റെ പരുവത്തിൽ അങ്ങോട്ട് കലക്കി വെക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഇതേ ചമ്മന്തി ഉണ്ടാക്കുവാണ്. ഈ ഒരു മൈദാ ദോശയുടെ ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു തേങ്ങാ ചമ്മന്തി. അപ്പോൾ അതുകൊണ്ട് തേങ്ങാ ചമ്മന്തിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൈദാ ദോശ ചുട്ടെടുക്കാം. അപ്പോൾ പാനിലേക്കാണെങ്കിൽ ഈ ഒരു മാവ് ഇതുപോലെ ദോശയുടെ വലുപ്പത്തിൽ അങ്ങോട്ട് പരത്തിയെടുക്കണം. കുറച്ച് പരത്തിയെടുക്കുമ്പോഴായിരിക്കും നല്ലത്. അപ്പോൾ മൈദാ ദോശ റെഡി ആയിട്ടുണ്ട്. ഈ മൈദാ ദോശയിലേക്ക് ഈ ചട്നി ഒഴിച്ച് കുഴച്ച് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ രാവിലെ ഒരു താറാമുട്ടയും പുഴുങ്ങിയെടുത്ത് കഴിച്ചിട്ടുണ്ട് എൻ്റെ കൂട്ടത്തിൽ. ഇന്ന് നമുക്ക് സഹായത്തിനുള്ള ചേച്ചി വന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയാണെങ്കിൽ തേങ്ങാ ചിരവുമാണ്. ആ ഒരു സമയത്തിന് ഞാൻ ഇന്നത്തേനുള്ള വിഭവങ്ങൾക്കുള്ള എല്ലാ ഐറ്റംസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നൊരു സാമ്പാറും പിന്നെ ബീൻസും ക്യാരറ്റും കൊണ്ടുള്ള തോരനും ഉണ്ടാക്കാം, പിന്നെ മീൻ വറുത്തതും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് ബീൻസും ക്യാരറ്റും കൂടെ അടുപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ചു. ഈ സമയം നമ്മൾ ഇന്നലെ ആണെങ്കിൽ കുറച്ച് അയലയാണെങ്കിൽ അരച്ചു പുരട്ടി വെച്ചായിരുന്നു. അത് വറക്കാനായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. കുഞ്ഞ് അയലയായിരുന്നേ. എന്ത് കുഞ്ഞതാണെന്ന് പറഞ്ഞാലും ഈ മീനിനൊക്കെ ആണെങ്കിൽ ഇവിടെ തീ പിടിച്ച വിലയാണ്. അപ്പം മീൻ വറുത്ത് അതൊന്ന് സെറ്റാക്കി വെച്ചു. ചോറും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ലാസ്റ്റിലാണ് ഞാനിന്ന് സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പം പരിപ്പ് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ, പിന്നെ ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കട്ടക്കായമാണ് ഞാനിപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ മമ്മിയാണല്ലോ കിച്ചൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എവിടെയാണ് സാധനങ്ങളെന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്നാലും കട്ടക്കായം കിട്ടി, അതും ചേർത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റിലെ മസാല ഇട്ടു, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാമ്പാർ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കറിയായിട്ടുണ്ടായിരുന്നത് സാമ്പാറും പിന്നെ ആണെങ്കിൽ മീൻ വറുത്തതും പിന്നെ ഇന്നലത്തെ കുറച്ച് നെത്തോലി പീര ഉണ്ടായിരുന്നു, പിന്നെ ക്യാരറ്റും ബീൻസും കൂടെയുള്ള തോരനും കൂടിയായിരുന്നു. പിന്നെ വൈകുന്നേരം 4 മണിയായപ്പോൾ തന്നെ ഞാൻ കുറച്ച് ഏത്തക്കയും കൂടെ പൊരിച്ച്